പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വാഴണമേ. ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശംസിഹായിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന വാത്സല്യഭാജനങ്ങളെ, പന്തക്കുസ്ത തിരുനാളിനൊരുക്കമായുള്ള പ്രാർത്ഥനയുടെ 3-ാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ആലോചന എന്ന ദാനത്തെക്കുറിച്ചാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്ന്. 3 വാഗ്ദാനമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. 1, പിതാവ് നൽകുന്ന സഹായകൻ. 2, എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. 3, ഈശോ പറഞ്ഞതൊക്കെ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ചില ചോദ്യങ്ങളുടെ മുന്നിൽ, ചില പരാജയത്തിന് മുന്നിൽ, ചില തകർച്ചകളുടെ നടുവിൽ, ചില ഒറ്റപ്പെടുത്തലുകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും മധ്യത്തിൽ നാം തനിയായിരിക്കുമ്പോൾ, ചില പേടികളുടെ മുൻമുനയിൽ നിസ്സഹായ അവസ്ഥയിൽ നാം നിൽക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല. അതിനാണ് പിതാവ് തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സഹായകനായി നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന് വിളിച്ചാൽ ഓടിയെത്തി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ നിത്യസഹായകനായി നമുക്ക് നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് വെക്കാം. 2-ാമത്തെ വാഗ്ദാനമാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമെന്ന്. നമ്മുടെ ജീവിതം ഒരു ക്ലാസ് മുറി പോലെയാണ്. എല്ലാ ദിവസവും പുതിയ പുതിയ പാഠങ്ങൾ. അത് സഹനത്തിന്റെ പാഠങ്ങളാകാം, ക്ഷമയുടെ പാഠങ്ങളാകാം, വിട്ടുകൊടുക്കലിന്റെ പാഠങ്ങളാകാം, സ്നേഹത്തിന്റെ പാഠങ്ങളാകാം, രോഗത്തിന്റെ പാഠങ്ങളാകാം, തോൽവിയുടെ പാഠങ്ങളാകാം, ചിലപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ ഇല്ലാത്ത ചില പാഠങ്ങൾ തന്നെയാകാം. എന്തു തന്നെയാണെങ്കിലും ഈ പാഠങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവായ ദൈവമാണ്. 3-ാമത്തെ കാര്യമാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കും എന്ന വാഗ്ദാനം. നമ്മളൊക്കെ മാനുഷികമായ ബലഹീനതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ചില ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ, ഓർമ്മിപ്പിക്കേണ്ട കാര്യങ്ങൾ, മറക്കാതിരിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ നമ്മൾ മറന്നുപോകും. നമ്മുടെ ഈ ബലഹീന നിമിഷത്തിലാണ് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അനുഭവിക്കേണ്ടത്. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാം വീണ്ടും പാപത്തിൽ അടിമപ്പെട്ടു പോയാൽ അവിടുന്ന് നമ്മെ അനുസ്മരിപ്പിക്കും. യെശയ്യാ 1:18 നിന്റെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും മഞ്ഞ് പോലെ ഞാനത് വെളുപ്പിക്കുമെന്ന്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താ എന്ന് നമ്മൾ പകച്ചു നിൽക്കുന്ന നേരത്ത് ദൈവം വീണ്ടും ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്, നിങ്ങൾക്ക് സുഖമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി.